എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോസസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. സങ്കീർത്തനം 2:12 നമ്മളിങ്ങനെ വായിക്കുന്നു: അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പി. ആരാണീ പുത്രൻ? എന്തിനു പുത്രനെ ചുംബിക്കണം? ഇത് മനസ്സിലാവണമെങ്കിൽ ഈ സങ്കീർത്തനം എഴുതിയ ആ കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് പോകാം. പണ്ടത്തെ കാലത്ത് ബൈബിൾ പഴയ നിയമമൊക്കെ എഴുതിയ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കസ്റ്റം ഉണ്ടായിരുന്നു. അതായത് ഈ പ്രമുഖരായ വിശിഷ്ട വ്യക്തികളെ താണ നിലവാരത്തിലുള്ള വ്യക്തികൾ ചുംബിക്കും. എന്തിനാണെന്നറിയോ? ഞാൻ അങ്ങേക്ക് കീഴ്പ്പെട്ടിരുന്നോളാം, അല്ലെ ഞാൻ ഐ എം കംപ്ലീറ്റ്ലി സബ്മിസീവ് ടു യു, ഞാൻ അങ്ങയുടെ മുൻപിൽ ഞാൻ അധീനരായിരിക്കും എന്ന് എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രോസസ്സായിരുന്നത്. ഇത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ ഏലിയ പ്രവാചകൻ ആ തീയൊക്കെ കർമ്മേൽ പർവ്വതത്തിൽ ഇറക്കി കഴിഞ്ഞപ്പോൾ ജെസബേൽ വെല്ലുവിളിച്ചു, ഞാൻ നിന്നെ കൊന്നുകളയും. അപ്പോൾ ഏലിയ ഓടിപ്പോയി ദൈവത്തോട് കംപ്ലൈൻറ്റ് പറയുന്ന ഒരു പദമുണ്ട്: ഇസ്രായേലിൽ അങ്ങയെ സേവിക്കാൻ ഞാനേ ഉള്ളൂ, ഇനിയും ബാക്കി വേറെ ആരുമില്ല, ബാക്കി എല്ലാവരും ബാലിനെ ആരാധിക്കുന്നവരാ എന്നൊക്കെ കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറയുക: ഏലിയാവേ, നീ മാത്രമല്ല 7000 പേരുണ്ട് ഇസ്രായേലിൽ, ബാലിന് മുൻപിൽ മുട്ടുമടങ്ങാത്തവരും അതുപോലെ തന്നെ അവനെ ചുംബിക്കാത്തവർ. അതായത് ബാലിൻ്റെ മുൻപിൽ അവരെ തന്നെ കീഴ്പ്പെടുത്തി അധീനരായി കൊടുക്കാത്തവർ. അതാണ് അവിടെ പറയുന്നത്. അതിൻ്റെ അർത്ഥം ബാലിനെ ചുംബിക്കാത്തവർ എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ 1 ശമൂവേലിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ശമൂവേൽ ശൗലിനെ അഭിഷേകം ചെയ്തു. അത്രയും നേരം ശൗലിനോട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമായിരുന്നു. ശമൂവേലിനെ തേടി പോവുമായിരുന്നു. ശമൂവേലിനെ സാറേ എന്ന് വിളിച്ച ആളാണ് ഈ ശൗല്. പക്ഷെങ്കിൽ ശൗലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയും ശമൂവേൽ എന്താ ചെയ്യുന്നതെന്നറിയോ? ശൗലിന് ചുംബനം ചെയ്യുന്നു. എന്തിനാ? ആ പ്രക്രിയ കാണിച്ചു കൊടുക്കുകയാണ്: ഞാൻ അങ്ങയെ എൻ്റെ രാജ്യത്തിലെ അല്ലെ ഇവിടുത്തെ രാജാവായിട്ട് ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ ഐ ബൗ ടു യു, ഐ റെസ്പെക്റ്റ് യു, ഞാൻ അങ്ങയെ ബഹുമാനിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു പ്രക്രിയയാണ് അന്നത്തെ കാലത്ത് ഈ പ്രമുഖരായ ഒരാളിനെ ചുംബനം കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ വാക്യത്തിൽ പറയാണ്, നിങ്ങൾ വഴിയിൽ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പുത്രനെ ചുംബിപ്പിൻ. അപ്പോൾ ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള, അതായത് താണ നിലവാരത്തിലുള്ള ഒരു ഗ്രൂപ്പിനോട് കൽപ്പന കൊടുക്കുകയാണ്: നിങ്ങൾ എന്ത് ചെയ്യണം? രാജാവായിരിക്കുന്ന പുത്രനെ നിങ്ങൾ ചുംബിക്കണം എന്ന്. അപ്പം ഇതാരാ? ഈ താണ നിലവാരത്തിലുള്ള ഈ പാർട്ടികൾ, ഈ ഗ്രൂപ്പ് ആരാന്നറിയോ? അതിന് 10-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾക്ക് വായിക്കാൻ സാധിക്കും. അവിടെ പറയുന്നത് therefore you kings and rulers of the earth, അതായത് നിങ്ങൾ ഈ ലോകത്തിലെ രാജാക്കന്മാരെ, നിങ്ങൾ ബുദ്ധിയുള്ളവരായി ഇരിപ്പീൻ. ഈ ലോകത്തിലെ പ്രഭുക്കന്മാരെ നിങ്ങൾ എന്ത് ചെയ്യണം? രാജാതിരാജാവായിരിക്കുന്ന ദൈവപുത്രനെ നിങ്ങൾ ചുംബിക്കണം. ഈ താണ നിലവാരത്തിലുള്ള ആൾക്കാർ ആരാന്നറിയോ? ഈ ലോകത്തിലെ നേതാക്കന്മാർ, ഈ ലോകത്തെ അടക്കി വാഴുന്ന രാജാക്കന്മാരോടാണ് ഈ കൽപ്പന കൊടുക്കുന്നത് തന്നെ ഇസ്രായേലിലെ ഒരു പ്രമുഖനായ ഒരു രാജാവാണ്. അത് നമ്മൾക്ക് ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട് നമ്മൾ വായിച്ചു നോക്കിയാൽ അവിടെ ആരാ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ശിഷ്യന്മാർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയ്ക്കകത്ത് അവർ പറയും ഇങ്ങനെയാണ്: ദൈവമേ, ഞങ്ങളുടെ പിതാവായിരിക്കുന്ന ദാവീദ് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ട് ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞ വാക്യങ്ങൾ അവർ എടുത്തു പറഞ്ഞാണ് അവരുടെ പ്രാർത്ഥന. അപ്പോൾ അങ്ങനെ നമുക്കറിയാം ഈ സങ്കീർത്തനം എഴുതിയത് ദാവീദാണെന്ന്. ദാവീദ് ആരാ? ഇസ്രായേലിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കിങ്സ് ഇൻ ഇസ്രായേലിലെ ഒരു വലിയ പ്രമുഖനായ ഒരു രാജാവായിരുന്നു. ആ രാജാവ് മറ്റ് രാജാക്കന്മാരോട് പറയാ: ഹലോ, നമ്മളെല്ലാവരും രാജാതിരാജാവിൻ്റെ മുൻപിൽ താഴ ആൾക്കാരാ, നമ്മൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അവനെ ചുംബിക്കണം, അവന് അധീനരായിരിക്കണം. പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിൽ 3 തരം ആൾക്കാരാണുള്ളത്. 3 types of people. ഇത് മനസ്സിലാവണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം തരാം. പക്ഷേ
ആദ്യത്തെ ഗ്രൂപ്പ് ആൾക്കാരെന്ന് വെച്ചാൽ അവർ പറയുന്നത് ഞങ്ങൾ ഈ പുത്രനെ ചുംബിക്കത്തില്ല, വി വിൽ നോട്ട്. അവരൊരു റെബല്യസ് ആയിട്ട്, അറിയാൻ മേലാഞ്ഞിട്ടല്ല, ഈ പുത്രനെ കുറിച്ച് കേട്ടിട്ടും ഞാൻ അനുസരിക്കത്തില്ല എന്ന് വാശി പിടിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാർ. രണ്ടാമത്തെ ഗ്രൂപ്പ് ആൾക്കാർ എന്താണെന്നറിയോ? അവർ പുത്രനെ ചുംബിക്കും, ഞാൻ പുത്രനെ ചുംബിക്കുന്നവനാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഹൃദയംഗമായിട്ട് അവർ ഈ ക്രിസ്തുവിനെ സ്നേഹിക്കുവോ, അതായത് കർത്താവിൻ്റെ ലോർഡ്ഷിപ്പ്, ക്രിസ്തുവിൻ്റെ കർത്തൃത്വം അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നതേയില്ല, അധീനരാവത്തേയില്ല. പക്ഷെങ്കിൽ ജീവിക്കുന്ന അവരുടെ ഇഷ്ടപ്രകാരം, പക്ഷേ ഈ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ക്രിസ്തുവിനെ ചുംബിക്കുന്ന ആൾക്കാർ. മൂന്നാമത്തെ ടൈപ്പ് ആൾക്കാർ ഹൃദയംഗമായി വാസ്തവമായി ദൈവസന്നിധിയിൽ താണ് ക്രിസ്തുവിൻ്റെ കർത്തൃത്വം സ്വീകരിച്ച് ക്രിസ്തുവിനെ ചുംബിക്കുന്ന ആൾക്കാർ. ഈ 3 ടൈപ്പ് ആൾക്കാരുടെയും ഓരോ ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആദ്യത്തെ ടൈപ്പ് ആൾക്കാർ റെബല്യസ്, ക്രിസ്തുവിനെ ചുംബിക്കത്തില്ല, അറിയാൻ മേലാഞ്ഞിട്ടല്ല കേട്ടോ, കർത്താവിനെ കുറിച്ച് കേട്ടിട്ടും. അതിനൊരു നല്ല ഉദാഹരണം ഈ രാജാക്കന്മാരിൽ നിന്ന് തന്നെ നമ്മൾ നോക്കിയാൽ ഫറവോനാണ്. ഫറവോന് ദൈവം ആരെന്ന് മനസ്സിലായി. പലവട്ടം മോശയിൽ കൂടെ ആ ബാധകളിൽ കൂടെയൊക്കെ രാജാതി രാജാവ് ദൈവമായ യഹോവയാണെന്ന് അറിയാൻ മേലാഞ്ഞിട്ടല്ല, നന്നായി മനസ്സിലായി. പക്ഷെങ്കിൽ അനുസരിക്കത്തില്ല, ക്രിസ്തുവിന് പുത്രനെ ചുംബിക്കത്തില്ല എന്നുള്ളൊരു വാശി. അതുകൊണ്ട് എന്താ പറ്റിയ, അവൻ വഴിയിൽ വെച്ച് നശിച്ചു പോയി. നമ്മൾ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ദൈവം ഒരു നോട്ടം നോക്കി. ഇൻ ദ 4th watch of the night God just looked. ദൈവം ഒന്ന് നോക്കിയതേ ഉള്ളൂ. അപ്പോഴത്തേന് എന്തായെന്നറിയാം, അവൻ്റെ രഥത്തിൻ്റെ ചക്രമൊക്കെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ പോയി അവൻ വഴിയിൽ വെച്ച് നശിച്ചുപോയി. സമുദ്രം അവനെ മൂടി. പ്രിയ ദൈവമക്കളെ, അറിഞ്ഞിട്ടും എന്നെ കേൾക്കുന്ന ആരെങ്കിലും ക്രിസ്തുവിനെ കുറിച്ച് പലവട്ടം കേട്ടിട്ടും അങ്ങോട്ട് അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം മുൻപോട്ട് പോകുന്നവരുണ്ടെങ്കിൽ, ലെറ്റ് മീ വാൺ യു, അവൻ രാജാതി രാജാവാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പേര് തന്നെ എന്താണെന്നറിയോ? ദ കിങ് ഓഫ് കിങ്സ് ആൻഡ് ദ ലോർഡ് ഓഫ് ലോർഡ്സ്. രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. അവൻ്റെ ഹിതത്തിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുത്ത് നോക്കിക്കേ, അവൻ്റെ മുൻപിൽ ഒന്ന് സമർപ്പിച്ച് നോക്കിക്കേ, ജീവിതം തന്നെ മാറും. ഹല്ലേലൂയ. രണ്ടാമത്തെ ഗ്രൂപ്പ് ആൾക്കാർ, ഇവർ എങ്ങനെയാണെന്നറിയോ? ഇവർ ക്രിസ്തുവിനെ ചുംബിക്കും, ഇവർ പുത്രനെ ചുംബിക്കും. ഇവർ പറയുന്നത്, ഓ ഞാൻ വിശ്വാസിയാ. അവർ ചർച്ചിലൊക്കെ പോകും, അവർ കൈപൊക്കി ആരാധിക്കും, അവർ ഒച്ച സ്വരത്തിൽ അന്യഭാഷ വരെ പറയുന്ന ആൾക്കാരാ. പക്ഷെങ്കിൽ ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ആൾക്കാർ. അവരുടെ ഇത് ഫേക്ക് കിസ്സാണ്, ഒരു ഫേക്ക് കിസ് ദ സൺ എന്ന് പറയുമ്പോൾ ശരിക്കുമുള്ള ഹൃദയംഗമായുള്ളൊരു ചുംബനമല്ല, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഉള്ളൊരു ചുംബനം. ആൾക്കാരെ നോക്കുമ്പോൾ ചർച്ചിലൊക്കെ, അയ്യോ എന്തൊരു ഭക്തനാ, എന്തുറക്കിയ അന്യഭാഷ പറയുന്നല്ലേ, അല്ലേ, ഓ എന്തൊരു വിശുദ്ധയാ. പക്ഷെങ്കിൽ ഹൃദയം കൊണ്ട് ദൂരെ മാറിയിരിക്കുകയാണ്. അത് അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം ജീവിച്ചാൽ മതി. അവരുടെ ജീവിതത്തിലെ ഡിസിഷൻസ് എല്ലാം അവരവരുടെ ഇഷ്ടപ്രകാരമായിരിക്കും എടുക്കുന്നത്. അതായത് അവർ ക്രിസ്തുവിൻ്റെ ലോർഡ്ഷിപ്പിന് അവർ സമർപ്പിച്ചു കൊടുക്കത്തില്ല, ദൈവഹിതത്തിന് വേണ്ടി അവരെ തന്നെ സമർപ്പിച്ചു കൊടുക്കത്തില്ല. അവരുടെ ഇഷ്ടം തന്നെ അവരുടെ ജീവിതത്തിൽ നടക്കണം. പക്ഷെങ്കിൽ ആൾക്കാർ കാണുമ്പോൾ ഞാൻ ആരായിരിക്കണം? ക്രിസ്തുവിനെ ചുംബിക്കുന്ന ഒരാൾ. അതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ യൂദാസ് തന്നെയാണ്. യൂദാസ് എന്താ ചെയ്തതെന്നറിയോ? നമുക്കെല്ലാവർക്കും അറിയാം. ശിഷ്യന്മാരെല്ലാം നോക്കുമ്പോൾ, അയ്യോ യൂദാസ് ക്രിസ്തുവിനെ ചുംബിക്കുന്നു, നമ്മളാരും ഒന്ന് നമ്മളെക്കാട്ടിലൊക്കെ എന്ത് സ്നേഹമുള്ള ഉണ്ട് അവനില്ലേ. പക്ഷെ ഹൃദയത്തെ കാണുന്ന കർത്താവ് പറയാ, യൂദാസേ നീ ഇങ്ങനെയാണോ എന്നെ ഒറ്റിക്കൊടുക്കുന്നത്? ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, മൂന്നാമതൊരു കൂട്ടരുണ്ട്. ഈ മൂന്നാമത്തെ കൂട്ടർ എന്താണെന്നറിയോ? അവർ ഫുൾ ഹൃദയത്തോടുകൂടി ദൈവത്തിന് മുൻപിൽ സമർപ്പിച്ച് ജീവിക്കുന്ന ഒരാൾക്കാരാണ്. അവരുടെ ജീവിതത്തിലെ തീരുമാനങ്ങളും എല്ലാം അവർ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി വിട്ടുകൊടുത്ത് ജീവിക്കുന്ന ഒരാൾക്കാരാണ്. അതിൻ്റെ ഒരു ഉദാഹരണം രാജാക്കന്മാരിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കുവാണെങ്കിൽ ഈ സങ്കീർത്തനം എഴുതിയ ദാവീദ് തന്നെയാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ 2 ശമൂവേൽ 6-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വരുമ്പോൾ നമുക്കറിയാവുന്ന ഭാഗമാണ്. അവിടെ ദാവീദിനോട്
സ്വന്തം ഭാര്യ തന്നെ പറയുക, നിങ്ങളൊരു രാജാവല്ലേ മനുഷ്യ, ഇങ്ങനെയൊക്കെ ഇത്രയും അങ്ങ് ആരാധിക്കേണ്ട ആവശ്യമുണ്ടോ? അന്നേരം ദാവീദിൻ്റെ മറുപടിയാണ് അവിടെ, ഐ വിൽ ബി ഈവൻ മോർ അൺഡിഗ്നിഫൈഡ് ദാൻ ദിസ് ബിഫോർ ദ കിങ് ഓഫ് കിങ്സ്. രാജാതി രാജാവിൻ്റെ മുൻപിൽ ഞാൻ ഇതിലും അധികം എന്നെ തന്നെ അങ്ങ് താഴ്ത്തും. എനിക്കിതിന് ഒരു രീതിയിലും എനിക്കിതിനൊരു വിഷമമില്ല. ഐ ആം നോട്ട് അഷെയിംഡ് ടു ബി ഈവൻ മോർ അൺഡിഗ്നിഫൈഡ് ദാൻ ദിസ്. കാരണം അവൻ രാജാതി രാജാവ്, ഞാൻ വെറും രാജാവ്, അവൻ രാജാതി രാജാവ്. ഈ ദാവീദ് തന്നെയാണ് പറയുന്നത്, അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് കേട്ടോ. അവനെ ചുംബിച്ചാൽ എവറിത്തിങ് വിൽ ബി ഓക്കെ. അവൻ്റെ ആ വാക്യം തീർക്കുന്നത് ഇങ്ങനെയാണ്, ബ്ലെസ്ഡ് ആർ ഓൾ ഹു ടേക്ക് റെഫ്യൂജ് ഇൻ ഹിം. അവനിൽ ആശ്രയിക്കുന്നവരെല്ലാവരും ഭാഗ്യവാന്മാർ. പക്ഷെ അവനെ ചുംബിച്ചില്ല എങ്കിൽ നീ വഴിയിൽ വെച്ച് നശിച്ചു പോകും. ദാവീദ് പല അനുഭവങ്ങളിൽ നിന്നാണ് ഈ അധ്യായം എഴുതിയിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ 3 കാറ്റഗറി ആൾക്കാരിൽ നമ്മൾ ഏത് ഗ്രൂപ്പിൽ പെടും? ആദ്യത്തെ ഗ്രൂപ്പിലോ എന്നെ കേൾക്കുന്നവരാരെങ്കിലും ആദ്യത്തെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഈ 3ാമത്തെ ഗ്രൂപ്പിലേക്ക് വരാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. 2ാമത്തെ ഗ്രൂപ്പിലുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ നാടകമൊക്കെ ഒന്ന് നിർത്താം. എന്തിനാ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നത്? വാസ്തവത്തിൽ ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ച് ഈ 3ാമത്തെ ഗ്രൂപ്പ് ആൾക്കാരെ പോലെ സമ്പൂർണ്ണമായിട്ട് ആരെന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ക്രിസ്തുവിന് മുൻപിൽ പൂർണ്ണമായി സമർപ്പിച്ച് ജീവിക്കും എന്ന് പറഞ്ഞ് ജീവിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ്. കിസ് ദ സൺ ലെസ്റ്റ് യു പെരിഷ് ഓൺ ദ വേ.